ഹായ് എവരിവൺ, നമ്മളിന്ന് നെയ്മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 1/2 കിലോ നെയ്മീൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കറിയിൽ കൊടംപുളിയാണ് ഉപയോഗിക്കുന്നത്. 3-4 കഷ്ണം കൊടംപുളി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഉപയോഗിക്കാം. കൊടംപുളിയുടെ അളവ് നമ്മുടെ രുചിക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു 10 മിനിറ്റ് നേരം ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഉപയോഗിക്കാം. കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി ചൂടാക്കുക. മൺചട്ടിക്ക് പകരം ഏത് പാൻ ഉപയോഗിച്ചാലും മതിയാവും. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഉള്ളി അരിഞ്ഞത്, ചെറിയ ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക് ചേർക്കാം. ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ എപ്പോഴും കുറച്ച് വെച്ചതിന് ശേഷം ഇളക്കുക, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന പുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോടു കൂടി ചേർക്കുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചതിന് ശേഷം ഇത് അടച്ചു വയ്ക്കുക. ഈ കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീനും ഉപ്പും ചേർക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും നെയ്മീനും ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് നെയ്മീൻ ചേർക്കാം. ഇത് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കറി ഒന്നും കൂടി തിളയ്ക്കുന്നത് വരെ കുക്ക് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം കുറയ്ക്കുക. ചെറിയ ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം കുക്ക് ചെയ്യുക. കറി ഒന്ന് കുറുകി മീൻ നല്ലപോലെ വെന്ത് വരണം. കിങ് ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഗ്രേവി ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. മീനും നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.